Chapter 1 verse 14 വായിക്കാം. Chapter 1 verse 14. ഒന്നാം അധ്യായം 14-ാം വാക്യം. മതി മലയാളത്തിലൂടെ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. മതി. നമ്മൾ 3 സൺഡേ ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. We were meditating from this book for the last 3 Sundays. ഇന്നുകൊണ്ടും തീരുകയല്ല, ഒരുപക്ഷെ 1-2 ആഴ്ചയും കൂടെ പറയേണ്ടതായിട്ട് വരുമായിരിക്കും, അറിയില്ല. കർത്താവ് സഹായിക്കുന്ന പോലെ പറയാം. I'm not sure whether I'll be able to finish today and how long it will continue. I'm not sure about it. നോട്ടൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഏറ്റവും സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ പറയാം. Those who are preparing the notes, may it be a helpful thing. I'm going to explain this in a very simple way. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത് ഇതായിരുന്നു, രൂത്തും നവോമിയും കൂടെയും യാത്ര തുടരുകയാണ്. Last week we stopped the place where Ruth and her mother-in-law Naomi was started their journey. നമ്മൾ നവോമിയുടെ കുറച്ച് ക്വാളിറ്റികൾ ചിന്തിച്ചിരുന്നു. We thought about certain qualities of Naomi. ഞാൻ രൂത്തിനെ പറ്റി ഒരു 4-5 കാര്യം ജസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 4 ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി പറയാനായിട്ട് പോവുകയാണ്. I would like to mention a few characteristics of Ruth in the beginning, and then I would like to give you a sum and summary, the substance of these 4 chapters. രൂത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, കേഴ്സ്ഡ് സിറ്റിയിൽ വളർന്ന ജാതീയയായ ഒരു സ്ത്രീയാണ്. We all know that Ruth is a person. She is from a cursed city called Moab. രൂത്തിന്റെ ഒരു 4 ക്വാളിറ്റി 5 ക്വാളിറ്റി ഞാൻ പെട്ടെന്ന് പറയാം. I would like to mention 4 qualities of Ruth. Chapter 2 verse 2 and 7 വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. Chapter 2 verses 2 and 7 we can understand this way. നവോമിയോട് രൂത്ത് പറയുകയാണ്, let me go to the field and pick up the leftover grain എന്ന് നമ്മൾ വായിക്കുന്നു. We can see that Ruth was telling Naomi, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിര് പെറുക്കട്ടെ എന്ന് ചോദിച്ചു. ഇനിയും അതിനോട് ചേർന്ന് തന്നെ 2:7 നോക്കിയേ. 2:7. Similarly 2:7 we can see the last part of the second part of verse 7 അകത്തൊരു കാര്യം നിങ്ങൾ കണ്ടോ, വീട്ടിൽ അല്പനേരമേ ഞാൻ താമസിച്ചുള്ളൂ എന്നൊരു വാക്കുണ്ട്. We can see in the latter portion of verse 7 that she tarried a little in the house. ഞാൻ 2 വായിക്കുകയും പഠിക്കുകയും ചെയ്തത്, മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് 30 മൈൽസ് ഉണ്ടെന്ന് ഒരിടത്ത് കണ്ടു, 50 above almost 60 മൈൽസ് ഉണ്ടെന്ന് വേറൊരിടത്തും കണ്ടു. When I was meditating, I searched for the distance between Moab and Bethlehem. In one side I saw that almost 30 miles, and in the other side I saw that almost 60 miles. നമുക്ക് അതുകൊണ്ട് 50 മൈൽ എടുക്കാം. Maybe we can take it as an average of 50 miles. 50 മൈൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു 6-7 ദിവസം നടക്കണം. If we want to have a journey for about 50 miles, we need to start walking for 5 or 6 days. 24 hours നടക്കാൻ പറ്റത്തില്ല ആർക്കും. We may not be able to walk all the 24 hours. പക്ഷെ വീട്ടിൽ വന്നു അന്നേരപ്പോളെ ഗ്രെയിൻ പറക്കാനായിട്ട് പോകുന്നു. രൂത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റി, ഷി വാസ് എ ഹാർഡ് വർക്കിംഗ് എന്നൊരാശയം നമുക്ക് മനസ്സിലാക്കാം. The first quality of Ruth we can see from this verse as, after such a long journey, she didn't wait in the Lord. She started to go out. She tarried a little in the house. That means she was a hard working woman. ലാംഗ്വേജ് അറിയില്ല, കൾച്ചർ അറിയില്ല, സിസ്റ്റം അറിയില്ല, എന്നിട്ടും പോയെന്നുള്ളതാണ്. She didn't know the language, the culture and the system of the new area, but still she left. chapter 2 verse 18 നോക്കിയേ. chapter 2 verse 18. If you turn your attention to chapter 2 verse 18, അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ട് വന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്ന് ശേഷിപ്പിച്ചിരുന്നത് അവൾ എടുത്ത് നവോമിക്ക് കൊടുത്തു. And she took it up and went into the city, and her mother-in-law saw what she had gleaned, and she brought forth and gave to her that which she had left after she was sufficed.
വേഴ്സ് 14 വായിച്ചാൽ അവിടെ ആ വയലിൽ ചെന്നപ്പോൾ രൂത്തിന് കുറച്ച് മലര് കഴിക്കാനായിട്ട് കൊടുത്തു. In verse 14, we can see that when Ruth reached to the field, she was given a little bread. ആ ബോവസ് കൊടുത്തു, ഇച്ചിരി കഴിക്കാനായിട്ട് കൊടുത്തു. Boaz shared a portion of the food. കഴിച്ചതിന്റെ ബാക്കി എടുത്ത് മാറ്റി വെച്ചു. The leftover food, she kept it aside, വൈകിട്ട് വീട്ടിൽ പോയപ്പം shared with her mother. അമ്മായിമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. After, when she left the field, when she reached home, she took that portion of the food and shared with her mother-in-law. She is a caring daughter. She is a caring daughter. 3:5 എന്ന് വന്ന 3 verse 5. Chapter 3, verse 5. അതിന് രൂത്ത് നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു. നവോമിയോട് പറയുക. And Ruth was telling Naomi, all that you say, I will do. നിങ്ങൾ നോക്കിയേ, നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വേർഡിൽ ഒന്നാണ് ഒബീഡിയൻസ് എന്ന വാക്ക്. We all tend to dislike most commonly a word called obeying or obedience. അത് ഇഷ്ടമുള്ള പദമാണോ? Do you all like ലുക്ക് അറ്റ് that? മീ എവരിവൺ. അയ്യോ, അങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവം ഉണ്ടാവും ഈ രാജ്യത്തല്ലേ. If we say if we say to obey, it will be a problem in this country. അതൊരു വലിയ പ്രശ്നമാണ്. That will be a big turmoil. നോക്കിയേ, ദൈവബോധം പോലും ഇല്ലാത്തൊരു സഹോദരിയുടെ കാര്യമാണ് വായിച്ചത് കേട്ടോ. We are reading here a person, a woman who is not even from a God-fearing family. അതെ, ഞാൻ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. She is not from a God-fearing family. അങ്ങനെയെങ്കിൽ she was a obedient daughter. She was an obedient daughter. വാക്ക് കണ്ടല്ലോ. നീ 4:15 നോക്കിയ 4 verse 15. 4:15. അവിടെ രൂത്തിനെ പറ്റി അവിടെ നാട്ടുകാർ പറയുന്നൊരു കാര്യമാണ്. നിന്റെ വാർദ്ധക്യത്തിൽ അത് മകനെ പറ്റിയാണ്. താട്ട് വായിച്ചോളൂ. മതി. 4-ാമത്തെ രൂത്തിന്റെ കാര്യം, ദ ഡോട്ടർ ഇൻ ലോ ഹു ലവ്സ് ഹർ. Praise the Lord. നവോമിയെ സ്നേഹിക്കുന്ന ഒരു മകള്. A daughter-in-law who is loving a mother-in-law. 2:19 നോക്കി 2 verse 19. അവിടെ അത് വളരെ വിവരിക്കേണ്ടതാണ്, പക്ഷെ സമയമില്ല. 2:19 ഇത്രയേ ഉള്ളൂ. അന്ന് പകല് പോയ കാര്യം മുഴുവൻ വന്ന് നവോമിയോട് രൂത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. In chapter 2, verse 19, we can see that Ruth was explaining every details of the day with her mother-in-law. നമ്മളാണെങ്കിൽ ഈ വളരെ മിസ്റ്ററിയാണ് പലരുടെയും ജീവിതം അല്ലേ. നോക്കിക്കേ, അമ്മായിമ്മേ മരുമ. ഇവിടെ ഞാൻ അറിഞ്ഞത് ഇപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് അപ്പുറത്തെ റൂമിലോട്ട് ടെസ്റ്റ് ചെയ്യുന്ന പാർട്ടികളാണ് നമ്മളീ പലരും. ഇതൊന്ന് നോക്കിക്കേ, പകല് ചെന്ന് ചെയ്തതെല്ലാം ചെന്ന് പറയും. ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ഡോട്ടർ. അതുകൊണ്ടാണ് ഈ വീട് നന്നായിട്ട് പോയത്. മനസ്സിലായോ? A communicating daughter-in-law. She was explaining everything what had happened in a day with her, sharing with her mother-in-law. കഴിഞ്ഞ ആഴ്ച നമ്മൾ നവോമിയെ പറ്റി പഠിച്ചില്ലേ? നവോമിയേക്കാൾ ഒട്ടും കുറഞ്ഞ ആളല്ലേ രൂത്ത്. അത്ര ക്വാളിറ്റിയായിരുന്നു. Last week we meditated about the qualities of Naomi. We can see a similar type of virtual characteristics with a woman of virtue like Ruth here too. നമ്മളിനി ആ 4 അധ്യായത്തിലൂടെ മോവാബിൽ നിന്ന് രൂത്ത് എങ്ങനെയാണ് ബോവസിന്റെ വീട്ടിലെത്തിയത് എന്ന് നമ്മൾ ഒന്ന് വഴിയെ പോകാൻ പോവാം. We are going to travel through all these 4 chapters. How did Ruth ended up into Bethlehem from Moab? നമ്മൾ വായിച്ച 1 verse 14 ഓർപ്പയുടെ ഹിസ്റ്ററി തീരുകയാണ്. We can see that in chapter 1, verse 14, the history of Orpah is ending. നമ്മുടെയൊക്കെ കുടുംബത്തിൽ രൂത്ത് എന്ന പേരുള്ള ആളുകൾ അനവധിയുണ്ട്, പക്ഷെ ആർക്കും നമ്മൾ ഓർപ്പ എന്ന് പേരിടാറില്ല. In all of our families, we are hearing a lot of people's name as Ruth, but we haven't heard a name like Orpah. ചാപ്റ്റർ 1:14 രൂത്തിന്റെ ഹിസ്റ്ററിയും തീരാമായിരുന്നു. In chapter 1, verses 14, we could have seen that Ruth's
story also must have ended there. പക്ഷേ അവിടെ നിന്നൊരു ടേണിംഗ് പോയിന്റ് ആണ് രൂത്തിന്റെ ജീവിതത്തിൽ. But from that verse onwards, a turning point is happening in the life of Ruth. നമുക്ക് ചിന്തിച്ചു നോക്കാം, ഓർപ്പയെ മോവാബിലുള്ള തൻ്റെ ഫാമിലി റിസീവ് ചെയ്യാനിരുന്നത് പോലെ തന്നെ രൂത്തിനെയും they are ready to receive. Maybe we can think that the way Orpah's family members was about to receive Orpah, similarly, Ruth's family members also must have waited to receive back Ruth. ഒന്നുമില്ലാത്ത ഒരു വിഡോയുടെ കൂടെ നീ ഇസ്രയേലിൽ പോയാൽ ജീവിതം നഷ്ടമായി പോകുമെന്ന് വളരെ ആളുകൾ അവളെ കൺവിൻസ് ചെയ്ത് കാണണം. Maybe a lot of people must have convinced Ruth that if you are going to travel with a helpless widow like Naomi, your life will be in utter despair. Maybe someone advised her. ഈ ഡിസിഷൻ വൈസ് ആണെന്ന് ആർക്കും മനസ്സിലാകുകയില്ല. The decision which Ruth was taken, that decision no one will approve it. It was a wise decision. ഓർപ്പ എടുത്തതാണ് വൈസ് ഡിസിഷൻ. Literally, we can see that the decision was taken by Orpah was the wisest decision. രൂത്തിന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ മോവാബിൽ താമസിക്കുക, ഇല്ലെങ്കിൽ നവോമിയുടെ കൂടെ പോവുക. There is no other option. Ruth also had two options: either go back to Moab or go with Naomi. രൂത്ത് നവോമിയുടെ കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. Ruth took a decision to follow and go with Naomi. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലെങ്കിലും ശ്രദ്ധിക്കുന്ന ആളുകളുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഈ യാത്ര നവോമിയും രൂത്തുമായിട്ടുള്ള യാത്ര മനോഹരമായിട്ട് കണക്ട് ചെയ്യാവുന്ന മറ്റൊരു യാത്രയുണ്ട്. ജെനസിസ് ചാപ്റ്റർ 12 അബ്രഹാം തൻ്റെ ദേശത്തെയും തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയി. രണ്ട് യാത്രകൾ ഒരുപോലെ കണക്ട് ചെയ്യാം. We can actually connect this journey of Ruth and Naomi to a journey with respect to Abraham when he was called to start a journey to the land where he was called. ഈ ബുക്ക് തുടങ്ങുന്നത് വളരെ ദുഃഖകരമായ സംഭവ പരമ്പരയാണ്. This book of Ruth is beginning with a lot of incidents, sad incidents. എന്നാൽ ഈ യാത്ര തീരുന്നത് രൂത്ത് ഡേവിഡിന്റെ വീട്ടിലെ അമ്മച്ചിയായി എന്ന് പറഞ്ഞാണ്. But this book is ending with a statement as Ruth became the great grandma of David. ബൈബിളിലെ കുടുംബങ്ങൾ എടുത്താൽ ദൈവത്തെ സെന്ററാക്കി വെച്ചേക്കുന്ന കുടുംബങ്ങളുടെയൊക്കെ അന്ത്യം ശുഭമാണെന്ന് തിരുവെഴുത്ത് പറയുക. If we look into the scriptures, we can see that all the families who made Christ as the center of their life were ended everything in successfully. പൊട്ടക്കിണറ്റിലായിരുന്ന ജോസഫ് പാലസിലെത്തി. നമ്മൾ മണിക്കൂറുകൾ ചിന്തിച്ചിട്ടുണ്ട്. We all remembered about Joseph's life, who was in a pit. His life was ended in a palace. ഒരു ഓർഫണായിരുന്ന എസ്തേർ പേർഷ്യയിലെ പാലസിലെത്തി. കണ്ടോ, God was center in their life. An orphan Esther was an orphan, but God sent her as a queen inside a palace. നമ്മുടെ ജീവിതവും വളരെ പ്രതിസന്ധിയിലാണെങ്കിലും ദൈവം നമ്മുടെ സെന്റർ ഇരിക്കട്ടെ. ജീവിതത്തിന്റെ എൻഡിങ് ഇതാണെന്നാണ് തിരുവെഴുത്ത് പറയുന്ന സന്ദേശം. Even if our lives are also might be a lot of difficulties and troubles in our life, but if you make Christ as the center of your life, you will end up in success. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം എൻ്റെ വീട് എങ്ങനെ തീരണം, എങ്ങനെ പോകണം. അത് നമ്മുടെ ഡിസിഷനിലിരിക്കുന്ന കാര്യം. So we all can take a decision how my life or my family should go to make whether Christ as the center of my life or not. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു ബുക്ക് ഓഫ് രൂത്ത് വായിക്കണമെന്ന്. Many times I exhorted you all to read carefully the book of Ruth many times. ഇതുവരെയും വായിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചയിലും വായിക്കണം. If you haven't read through, please read before the next week. കർത്താവിനോട് കണക്ക് കൊടുത്താൽ മതി, എന്നോട് പറയണ്ട. Give account to God, not to me. Praise the Lord. 1-ാം അധ്യായത്തിനകത്ത് നമുക്കറിയാം, ഞാൻ അതിനെ ആ കോണ്ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. 1-ാം അധ്യായത്തിൽ രൂത്ത് മോവാബിലാണ്, കേഴ്സ്ഡ് സിറ്റിയിലാണ്. In chapter 1, we can see that Ruth was in a land of cursed land called Moab. Deuteronomy 23:3 എന്ന് വായിച്ച് നമുക്ക് 1-ാം അധ്യായം കണക്ട് ചെയ്യാം. 23:3. Deuteronomy 23:3. വേഗം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യം.
മതി, നിങ്ങൾക്ക് ബാക്കി അറിയാമല്ലോ. അമ്മോന്യരും മോവാബ്യരും പത്താം തലമുറയോളം ദൈവസന്നിധിയിൽ കടക്കുകയില്ല എന്നാണ് 23 നമ്മൾ ഡ്യൂട്രോണമിയിൽ 3 വേഴ്സിൽ വായിച്ചത്. We can see here in Deuteronomy that even if a person is an Ammonite or a Moabite, they are not supposed to enter into the assembly of Lord even to the 10th generation. എന്നെ ശ്രദ്ധിച്ചേ, ജനസിസ് ചാപ്റ്റർ 19 വായിച്ചാൽ മോവാബ് അല്ലെങ്കിൽ അമോനൈറ്റ്സ് ഈ 2 തലമുറകളുടെ ജനനത്തിന്റെ അവസ്ഥ നമുക്കറിയാം. We can see in Genesis chapter 19 the birth of this Ammonite or the Moabites. ലോത്തിന്റെ മക്കളിൽ ജനിച്ചതാണ് ഈ 2 മക്കൾ, മോവാബ്യരും അമോന്യരും. The Moabites and Ammonites came from the Lot's daughters. 19 verse 30 onwards വായിച്ചാൽ മതി ജനസിസ്. We can see that from Genesis chapter 19 verses 30 onwards. ആ തലമുറ പറയാൻ പോലും കൊള്ളാത്തൊരു തുടക്കമാണ് ആ തലമുറയ്ക്കുള്ളത്. That generation, it is contemptible, like a very shameful generation. ലോകത്തിൽ ഇന്നുവരെ അങ്ങനെ നടന്നു കാണത്തില്ല ആ ഒരു നിലയിലുള്ള സംഭവം. Even in the world it might not have happened such a kind of situation. അങ്ങനെ ജനിച്ച 2 മക്കൾ, That was the beginning of Moabites and Ammonites. അവരുടെ ലീനിയേജ്, Their lineage. അവരാണ് മൊബൈറ്റ്സും അമോനൈറ്റ്സുമായിട്ട് ബൈബിൾ പറയുന്നത്. They became the Moabites and the Ammonites. അവരോടുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ കയറുകയില്ല. The punishment to those tribes, Ammonites and Moabites, are from God. He told that even to the 10th generation, they are not supposed to enter in the presence of the Lord. ആ 10ാം തലമുറ എന്ന് പറഞ്ഞാൽ 11ാം തലമുറയ്ക്ക് കയറാമെന്നല്ല അർത്ഥം, അതൊരു ഫ്രേസ് ആണ്. This is a phrase. It doesn't mean that 11th generation can enter into the assembly of the Lord. 10ാം തലമുറ പോലും കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് പോലും അതിനകത്ത് കയറാൻ പറ്റുകയില്ല എന്നാണ് ബൈബിളിന്റെ അർത്ഥം. The literal meaning of the thing, even to the 10th generation are not supposed to enter into the assembly of the Lord, means they are not supposed to enter into the assembly of God. ഇനി നിങ്ങൾ നോക്കിയേ, ഈ തലമുറയിൽ നിന്നാണ് നവോമിയുടെ മക്കൾ മരുമക്കളെ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ആത്മീയ അധപ്പതനമാണ് കാണിക്കുന്നത്. We can see that Naomi's kids took wives for themselves from such a cursed generation. വിലക്കപ്പെട്ട, ശപിക്കപ്പെട്ട ആ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു രൂത്ത്. A prohibited, a forbidden, a cursed generation. Ruth was a part of that generation. അവിടെ നിന്ന് ഒരാളെ ദൈവത്തിന് ഇസ്രായേലിൽ കൊണ്ടുവരണം. From that cursed generation, the Lord wanted to bring a person to the promised land. ആ പ്രോമിസ് ലാൻഡ് വരിക മാത്രമല്ല, ഇസ്രായേലിന്റെ പാർട്ടായിട്ട് മാറണം. God wanted not only to bring a cursed person to the promised land, but also his plan was to make one person to be the part of the generation. മഹളോന്റെയോ കില്ലിയോന്റെയോ വൈഫുമാരായിരുന്നോണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. If a person was the wives of Mahlon or Kilion, there is no benefit for the Lord. പക്ഷേ ദൈവത്തിന് അവിടുന്ന് ഒരാളെ കൊണ്ടുവന്ന് ദൈവ കുടുംബത്തിലാക്കണം. But God has a plan to bring a person from the cursed land and to make a member of his own. എന്റെ കൂടെ ഒന്ന് ഒരുമിച്ച് വന്നേ. ലോകത്തിലുള്ള എല്ലാവരുടെയും തീരുമാനിച്ച രൂത്തിന് എങ്ങനെ ബോവസിനെ കിട്ടാനായിട്ട് പറ്റും? Even if the whole world plan, how can a cursed woman can marry such a blessed Boaz? ഒന്നാലോചിച്ച് നോക്കി. എല്ലാവരും ഇനി നവോമിയും മഹളോനും കില്ലിയോനും എലീമലേക്കും എല്ലാവരുടെ ആലോചിച്ചാലും ഈ വഴി കണ്ടെത്തുമോ? Even if the whole family tried and attempted, is it possible to get married a Moabite woman to a Israelite? മാനുഷികമായ ബുദ്ധി കൊണ്ട് രൂത്ത് ഇസ്രായേലിൽ എത്തുന്നത് അപ്രാപ്യമാണ്. Hallelujah. With respect to our intellect or humans thinking, it is impossible to bring a Moabite person to an Israelite family. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നോക്കിയേ. ഒരു കുടുംബം അവിടെ ചെല്ലുന്നു, ആ ഭർത്താക്കന്മാര് 2 പേരും അവിടെ മരിക്കുന്നു. മരിച്ചിട്ട് ദൈവം ഒരു വഴി തുറന്ന് രൂത്തിനെ ഇസ്രായേലിൽ കൊണ്ടുവരികയാണ്. Just think and look into the book.
God's plan and purpose to bring and make member a cursed woman, the plan and purpose of God. എന്ന് മാത്രമല്ല, ഇസ്രയേൽ മുഴുവൻ അനുസരണം കിട്ടി നടക്കുമ്പോൾ ഏറ്റവും അനുസരിക്കുന്ന ഒരു വീട്ടിലേക്ക് രൂത്തിനെ ദൈവം കൊണ്ടിരുന്ന വഴിയാണ് ചാപ്റ്റർ 1 തുടങ്ങുകയാണ്. The chapter 1, we can see that people were all disobedient and the families were disobedient. From that path, she was born and brought up into an obedient family. ചാപ്റ്റർ 1 നമുക്കതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. രൂത്ത് വാസ് ഫാർ അവേ ഫ്രം ദ പ്രോമിസ്ഡ് ലാൻഡ് ഓഫ് ഇസ്രായേൽ. In chapter 1, we can see that Ruth was very far away from the promised land. വളരെ ദൂരെയാണ് രൂത്ത് ഒന്നാം അധ്യായത്തിൽ. She was far away in chapter 1, in the chapter 1. എന്നാൽ ചാപ്റ്റർ 2 വരാം. ചാപ്റ്റർ 2, But if we turn our attention to chapter 2, ഒന്നിന്റെ ലാസ്റ്റ് വാക്ക് നിങ്ങൾ കണ്ടോ? അങ്ങനെ അവർ ബേത്ലഹേമിലെത്തി. They reached at Bethlehem. ചാപ്റ്റർ 1 ഫിനിഷ് ചെയ്യുന്ന അങ്ങനെയാണ്. chapter 1 was finishing as finally they reached to Bethlehem. അങ്ങനെങ്കിൽ ഒന്നാം അധ്യായത്തിൽ she was far away. In chapter 1, she was very far away. എന്നാൽ ചാപ്റ്റർ 2 തുടങ്ങുകയാണ് they reached at Bethlehem. But chapter 2 is beginning as they reached in Bethlehem. അങ്ങനെ ബേത്ലഹേമിലെത്തിയാലും ജീവൻ നിലനിൽക്കാൻ വല്ലതും കഴിക്കണ്ടേ? Even though they reached in the house of bread, they need to eat something, right? അങ്ങനെങ്കിൽ ചാപ്റ്റർ 2 സംഭവം രൂത്ത് ഹാർവെസ്റ്റേഴ്സിന്റെ കൂടെ നടന്ന് ഗ്രെയിൻ കളക്ട് ചെയ്യുകയാണ്. But so basically in chapter 2, we can see that Ruth started to go after harvesters to collect some grains. ലോകത്തിൽ ഒരു ജാതികൾക്കും ഇല്ലാത്തൊരു ഒരു പർട്ടിക്കുലർ ലോ ഇസ്രായേലിനുണ്ടായിരുന്നു. There is a particular law for Israelites, that law was no one else we can see. Leviticus 19 verse 9 and 10 നോക്കിയേ. Leviticus 19 verses 9 and 10. അവിടെ ആ ലോ കാണാം. We can see that law. ആ ലോയില് പെട്ടെന്ന് വായിക്കണം, സമയം പെട്ടെന്ന് പോകുന്നു. മതി. അവിടെ 2 കാര്യം കേട്ടോ, 2 കാര്യം. We can see 2 things. ഫസ്റ്റ് വൺ, എഡ്ജ് തീർത്ത് കട്ട് ചെയ്യരുത്. You shall not wholly reap the corners of thy field. അത് പർപ്പസ്ഫുള്ളി ചെയ്യേണ്ടതാണ്, ചെയ്യരുത്. That we need to do purposefully. എന്നാൽ ഇതിങ്ങനെ ഈ കൊയ്തോണ്ടിരിക്കുമ്പം താഴെ വീഴുന്ന ഗ്രെയിൻസ് പർപ്പസ്ഫുള്ളി അല്ല, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആക്സിഡന്റലി ഫാളനാണ്. But when we do there are certain grains which usually accidentally fell on the ground. അത് will not be taken. അത് എടുക്കരുത്. You are not supposed to collect that grains. ഒന്ന്, ആക്സിഡന്റലി സൈഡ് ചെയ്യരുത്, സൈഡ് ഹാർവെസ്റ്റ് എടുക്കരുത്. You shall not wholly reap the corners of your field. ആക്സിഡന്റലി താഴെ വീണതും എടുക്കരുത്. And you shall not supposed to pick those which fall to the ground ഇനി accidentally. Deuteronomy 24 verse 19 to 21 ഈ ലോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. Deuteronomy chapter 24 verse 9 and 10. 19 to 21. 19 to 21 we can see this നമുക്ക് വായിക്കാൻ law. സമയമില്ല. അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ലോയില്. We can see that there is one more thing being added. അത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഈ ഹാർവസ്റ്റ് ഈ കറ്റയെല്ലാം കൂടെയും എടുത്തോണ്ട് പോകുമ്പം എന്തെങ്കിലും ഒരെണ്ണം മറന്നു പോയാൽ ഡോണ്ട് ഗോ ബാക്ക് ടു ടേക്ക് ദാറ്റ്. There it is saying that if you forgot a sheaf in the field, you shall not go again back to get it. എന്തിനാ ഇതവിടെ വെച്ചേക്കുന്നത് അറിയോ? Do you know why it was keeping there? പരദേശിയെയും അല്ലെങ്കിൽ ഏലിയനെയും വിഡോയെയും പുവറായിട്ടുള്ളവരെയും അങ്ങനെയുള്ളവർക്ക് വേണ്ടി അതവിടെ സൂക്ഷിച്ചു വെച്ചേക്കണം. It was written as we have to keep that for the strangers or the sojourners, for the fatherless and for the widow. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിയേ, ലോകത്തിൽ ഒരിടത്ത് പോലും അങ്ങനെ ഒരു നിയമമില്ല, ഇസ്രായേലിൽ മാത്രമേ ഉള്ളൂ. There is no one else we can see this law except in Israel. ഈ പ്രോവർബ് 19 verse 17 അകത്തൊരു വാക്യമുണ്ട്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ്. പ്രോവർബ് 19 verse 17 ഒന്ന് നോക്കിയേ. Proverbs chapter 19 verse 17 we can see like this. He that hath pity upon. എല്ലാവരും വാക്യം കണ്ടല്ലോ. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് എന്ന് പറഞ്ഞാൽ ഗോഡ് വിൽ റീപേ ഫോർ ദാറ്റ്. അതാണ് അതിൻ്റെ അർത്ഥം. തമ്പുരാനാണ് ആ കാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ സംഭവമായിട്ട് നോക്കിയേ, അനാഥനെയും വിധവയെയും
പരദേശിയെയും ആരുമില്ലാത്തവർക്ക് വേണ്ടി ഇസ്രയേലിൽ ഒരു ലോ, ആ ലോയുടെ 3 കാര്യം: മനഃപൂർവ്വം കൊയ്യരുത്, വീണതെടുക്കരുത്, മറന്നത് പോയി എടുക്കാൻ പോകരുത്. We can see that there is a law, exceptionally different law in Israel, that we have to keep certain things for the poor, for the fatherless, and for the widow, and for the strangers. ചാപ്റ്റർ 2 വയലിലെത്തിയ രൂത്തിനെ കാണാം. We can see in chapter 2, Ruth reached in the field of Boaz. രൂത്ത് മാത്രമല്ല, അവിടെ ഒത്തിരി പേര് പറക്കുന്നുണ്ടെന്നാ വായിക്കുന്നത്. Not only Ruth, a lot of people were gathering the grains. നിങ്ങൾ നോക്കിയേ, ഈ രൂത്ത് അവിടെ ചെന്ന് ഗ്രെയിൻസ് കളക്ട് ചെയ്യുകയാണ്. When Ruth was getting to the field, gleaning among the ears of grain after them. നമ്മൾ 2-ാം അധ്യായം വായിച്ചാൽ നവോമി പറഞ്ഞിട്ടല്ല രൂത്ത് പോയത്. നിങ്ങൾ 2:2 ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഞാൻ വയലിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ she took the initiative. Chapter 2 verse 2. We can see that not Naomi's the pressure Ruth started to work, but Ruth herself telling Naomi that let me now go to the field and glean among them. 2:2 വായിച്ചാൽ രൂത്തിന്റെ ആ എത്ര മഹത്വമുള്ള ഒരു പെങ്കൊച്ചായിരുന്നു രൂത്ത്. We can see in chapter 2 verse 2 such a good quality in Ruth. നമ്മൾ ഈ രൂത്തിന്റെ ഏജ് പഠിച്ചാൽ, If we think about Ruth's age, ഈ ബൈബിൾ സ്റ്റുഡൻസ് പറയുന്നത് early 30s ആയിരുന്നെന്നാ പറയുന്നത്. Bible scholars were saying as she might be in her early 30s. 10-30 വയസ്സുള്ളൊരു പെങ്കൊച്ചെടുത്ത ഡിസിഷൻസ് കണ്ടോ? Just think a girl or a woman who is almost 30 years of age, the decisions she took. ഈ രൂത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അവക്ക് ലാംഗ്വേജ് അറിയില്ല, കൾച്ചർ അറിയില്ല, അവിടെ ചെല്ലാൻ അറിയില്ല. എങ്കിലും ആ സ്വഭാവത്തിന്റെ മഹത്വമാണ് രൂത്ത് ഇറങ്ങി പോകുന്നത്. We can see that Ruth was a foreigner in this land. She doesn't know the culture, the language, or anything of that area. But still, we can see the virtue of her character. ചാപ്റ്റർ 1 ഒരു അസാധാരണമായ സ്റ്റെപ്പ് രൂത്ത് വെക്കുകയാണ് നവമിലൂടെ വരാൻ. In chapter 1, she was taking an extraordinary decision to follow a widow. ചാപ്റ്റർ 2 അനദർ സ്റ്റെപ്പ് നമുക്ക് കാണാം. In chapter 2, we can see her another good decision she was taking. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ ഓരോ സ്റ്റെപ്പും നിയന്ത്രിച്ചത് ദൈവമാണ്. If that is so, each and every steps of Ruth were ordained by God. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ രൂത്ത് ഈ ഗ്രെയിൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുക. Just think, in the morning, Ruth was about to begin to go to the field to pick some grains. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിരുന്നെങ്കിൽ ബോവസിന്റെ ഫീൽഡിൽ ചെല്ലുമായിരുന്നു. If the first step she was taken might be missed to the left or to the right, will she end up in the field of Boaz? നോ. No. എല്ലാ സ്റ്റെപ്പും ദൈവം കൺട്രോൾ ചെയ്യുക. Each and every steps were controlled by സ്തോത്രം. God. 2:3 ഒരു പ്രയോഗമുണ്ട്. മലയാളത്തിലുള്ള, ഇംഗ്ലീഷിലെ ആ വാക്ക് അവിടെ ഇല്ല. 2:3 ചാപ്റ്റർ 2 വേഴ്സ് 3 ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെന്നു എന്നാണ് വായിക്കുന്നത്. In chapter 2 verse 3 in the Malayalam Bible, it was saying that by the grace of God she ended up in the field of Boaz. Praise the Lord. Hallelujah. ഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ ആ 1:14 ഓർപ്പ തിരിഞ്ഞപ്പോൾ മുതലുള്ള ഓരോ സ്റ്റെപ്പിലും ദൈവത്തിന്റെ കൺട്രോളിംഗ് ഉണ്ടായിരുന്നു. 2:3 കൃപയാൽ ബോവസിന്റെ വയലിൽ തന്നെ രൂത്ത് ചെന്നു. But we can see that Orpah was taken a decision and her life journey was ended in chapter 1. But due to the wise decision of Ruth from chapter 1, we can see by the grace of God, she ended up in the field of Boaz. 1-ാം അധ്യായത്തിൽ she was far away from Israel. In chapter 1, we can see that she was far away from Bethlehem. 2-ാമത്തെ ചാപ്റ്ററിൽ she is in the field of Boaz. But in chapter 2, we can see that she is in the field of Boaz. ഇനി ചാപ്റ്റർ 3 വരാം. Let us turn our attention to ഈ chapter 2-ാം 3. അധ്യായം മുഴുവൻ ബോവസിന്റെ വയലുമായിട്ട് രൂത്തിന്റെ ബന്ധമാണ്. In all throughout this chapter 2, we can see her work in the field of Boaz.
ചാപ്റ്റർ 3 നമുക്ക് അതിൻ്റെ സംഭവങ്ങൾ എനിക്ക് വായിക്കാൻ സമയമില്ല. രൂത്ത് രാത്രിയിൽ ആരും അറിയാതെ ബോവസിന്റെ കാൽ കീഴെ വന്ന് അനങ്ങാതെ കിടക്കുകയാണ്. In chapter 3, we can see that without anybody's attention, in a secret way, Ruth went to Boaz's field and she was sleeping at the foot of Boaz. 3:8 ഒന്ന് നോക്കിയാൽ 3:8 അവിടെയാണ് ആ വാക്യം കിടക്കുന്നത്. We can see chapter 3, verse 8. ആ വാക്യത്തിന്റെ തൊട്ടു താഴെ എഴുതി വെച്ചേക്കുന്നത് രൂത്ത് ബോവസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിന്റെ പുതപ്പ് ക്ലോക്ക് എൻ്റെ മേൽ നടണം. In the remaining verse, we can see that Ruth was requesting to Boaz, spread therefore your skirt over thy handmaid. ഇത് മനസ്സിലാക്കാനായിട്ട് ഈ പുതപ്പിടുന്ന ആ ക്ലോക്ക് ഇടുന്ന ആ സിസ്റ്റം ഇസ്രയേലിലുണ്ടായിരുന്നു. There was putting a clock over a person. There was a system in Israel. First Kings 19:19 എന്ന് വായിച്ചു നോക്കിയേ. 19:19. First Kings 19:19. 1 രാജാക്കന്മാർ 19:19. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 കാള പൂട്ടി ഉഴിപ്പിച്ചുകൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. കേട്ടോ നിങ്ങളൊരു വാക്ക്, ഏലിയാവ് തന്റെ പുതപ്പ് ഏലീശയുടെ മേലിട്ടു. We can see in First Kings, Elijah was placing his mantle upon Elisha. ഇനി രൂത്തിന്റെ പുസ്തകം 2:12 പെട്ടെന്ന് നോക്കിയ 2:12 അവിടെ ഒരു വാക്ക് കണ്ടോ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന രൂത്ത് എന്നൊരു വാക്യമുണ്ട്. We can see in Ruth chapter 2 verse 12, the God of Israel, under whose wings you have come to take refuge. ചാപ്റ്റർ 2 ഇസ്രയേലിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ് രൂത്ത്. We can see in chapter 2, Ruth was under the shelter of the covering of that his wings. ചാപ്റ്റർ 3 ബോവസിന്റെ പുതപ്പിന്റെ കീഴിലാണ് രൂത്ത്. In chapter 3, Ruth was being seen as under the cloak of Boaz. ഇവിടെ ഈ പുതപ്പിടുക എന്ന ആ സിസ്റ്റം ഇസ്രയേലിലെ ഒരു കൾച്ചറായിരുന്നു. In Israel, there was a culture to lay a mantle upon a person. ഒരുവന്റെ മേൽ പുതപ്പിടുക എന്ന് പറഞ്ഞാൽ To put a cloak upon a person means ഏലിയാവ് ഏലീശയുടെ മേൽ പുതപ്പിടുകയാണ്. Elijah was placing his mantle upon Elisha. പിന്നെ നമ്മൾ ഏലിയാവിനോട് ഏലീശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Then Elijah was asking to Elisha, ഞാൻ എൻ്റെ പേരൻസിന് പോയി ഒരു ചുംബനം കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. sorry, Elisha asked Elijah, can I go back and kiss my parents? നോക്കിയേ, ആ പുതപ്പിടുന്നിടം വരെ ഒരു പ്രശ്നവുമില്ല. Until that cloak was laid upon a person, there was no problem. പുതപ്പിടുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നീ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് അർത്ഥം. The meaning of laying a mantle or a cloak upon a person means from that day onwards, the responsibility of that person is being taken by the other person. അങ്ങനെ രൂത്ത് പറയുക, എൻ്റെ മേൽ നിന്റെ പുതപ്പിടണമേ എന്ന് പറഞ്ഞാൽ അവിടെ 3 മീനിങ് ഉണ്ട്. Similarly, if Ruth was begging to put your cloak upon me, there are 2-3 meanings. അത് സൈൻ ഓഫ് പൊസഷൻ ആണ്. സൈൻ ഓഫ് പൊസഷൻ എന്ന് പറഞ്ഞാൽ നിന്റേതാക്കണം, ദ സൈൻ ഓഫ് പൊസഷൻ. One is a sign of possession. രണ്ടാമത്തെ അർത്ഥം ദ സൈൻ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. The second meaning is sign of protection. മൂന്നാമത്തെ അർത്ഥം സൈൻ ഓഫ് പ്രൊവിഷൻ ആണ്. The third one is sign of provision. അങ്ങനെങ്കിൽ പ്രൊട്ടക്ഷൻ, പൊസഷൻ ആൻഡ് പ്രൊവിഷൻ, ഇത് 3നും വേണ്ടിയാണ് പുതപ്പൊരുവന്റെ മേലിടുന്നത്. A cloak was being placed on a person in order to have a possession, protection and provision. അങ്ങനെയെങ്കിൽ രൂത്ത് പറയുക, യജമാനനെ, ആ വിളി നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മതി, യജമാനനെ, അല്ലെങ്കിൽ ആ ഭാഗം മുഴുവൻ വായിച്ചാൽ, അങ്ങയുടെ പുതപ്പ് എൻ്റെ മേൽ ഇടണമേ എന്ന് പറഞ്ഞാൽ ഞാനൊരു അനാഥയാണ്, എനിക്കാരുമില്ല, ഇത് എൻ്റേത്, അല്ലെങ്കിൽ എന്നെ നിന്റേതാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് ഒരടിമ സ്ത്രീയെ പോലെ കാൽക്കൽ കിടക്കുന്ന രൂത്ത്.
She was like a maid-born servant. She was lying at the foot of a person and she was begging, Master, please have mercy on me. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഹാർവസ്റ്റിന്റെ സമയത്ത് ഈ ഈ ഫീൽഡിന്റെ ഉടമസ്ഥര് ഹാർവസ്റ്റിന്റെ ആ കളത്തിന്റെ അടുത്താണ് കിടക്കുന്നത്. We all know that when there was a harvest, usually the owners of that field tend to sleep around that field. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവര് ആ കളത്തിലാണ് കിടക്കുന്നത്. Usually the people who are responsible for that field, when their harvest is about to start happening, they will lie down around that. അതെല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. Almost all countries, this is the habit. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർക്ക് അറിയാം, കുട്ടനാടുകാർക്ക് അറിയാമല്ലോ, പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അവിടാണ് കിടപ്പ്. Usually in India also the similar culture. അങ്ങനെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ രൂത്ത് പറയുക, പുതപ്പ് നിന്റെ എൻ്റെ മേൽ ഇടണമെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനും പ്രൊവിഷനും പൊസഷനും ഒക്കെ ആയിട്ട് എന്നെ നീ കെയർ ചെയ്യണമേ എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യുകയാണ്. She was actually, when she was begging to lay down that cloak on her, she was asking for the protection, provision and for the possession from that. ഇവിടെ ആ കളത്തിൽ രൂത്തും വന്നേക്കാണ്. In that same field, Ruth also came. ഇനി ഒന്നുകൂടെ മോവാബിലേക്ക് ഒന്ന് വന്നേ. Again, let us go back to Moab. Chapter 1, she was far away. In chapter 1, she was very far away. Chapter 2, she is in the field. In chapter 2, she was in the field. Chapter 3, she was in the floor. In chapter 3, we can see she was in the floor. അങ്ങനെയല്ലേ വായിച്ചു വരുന്നേ? അവള് കളത്തിലായി. She was in the field and on the ground. അങ്ങനെയെങ്കിൽ ഈ 3 യാത്രകൾ, മോവാബിൽ നിന്ന് ഉള്ള യാത്ര, വീട്ടിൽ നിന്ന് ഈ കാല പറക്കാനുള്ള യാത്ര, അവിടെ നിന്ന് അർദ്ധരാത്രിക്ക് ആരും അറിയാതെ ബോവസിന്റെ അടുക്കൽ വന്ന ഈ 3 യാത്രകളും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവമാണ് ഇതെല്ലാം ഗൈഡ് ചെയ്യുന്നത്. As a woman, all these journeys are very indifferent compared to an ordinary woman. The journey from Moab, and the next journey to a field, and the third one going in the night time to a field and to the ground. ഇനി ചാപ്റ്റർ 4 ഈ കഥയുടെ ക്ലൈമാക്സ്. And in chapter 4 we can see the climax of this ആ story. 4-ാമത്തെ അധ്യായത്തിനകത്തെ സംഭവം ഇത്രയേ ഉള്ളൂ. ബോവസ് രൂത്തിനെ റിഡീം ചെയ്യുകയാണ്. In chapter, the summary is Boaz is redeeming Ruth. പ്രൈസ് ദി ലോർഡ്. ഈ ചാപ്റ്റർ 4 നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഡ്യൂട്രോണമി 25 ഒന്ന് വന്നേ. Let us connect this chapter 4 with respect to Deuteronomy. 5 to 10 ഒന്ന് വായിച്ച വേഴ്സസ് 5 to 10. മൊത്തം വായിക്കണ്ട, 5-6 മാത്രം. 24. ഡ്യൂട്രോണമി 25 വേഴ്സസ് 5 and 6 onwards. 25, 5 and 6. ആ ആ മതി. ദേവരധർമ്മം, ലെവറൈറ്റ് മാര്യേജ്, ദേവരധർമ്മം നിവർത്തിക്കണം. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? 25 verse 5. Yeah. If 25 verse 5. 25 verse 5. If brethren dwell together and one of them die and have no son, the wife of the dead shall not be married without unto a stranger. Her husband's brother shall go in unto her and take her to him to wife and perform the duty of a husband's brother unto her. ഇത്രേ ഉള്ളൂ. സഹോദരന്റെ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ അവള് പുറത്തൊരാളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. അതിന്റെ പേരാണ് ലെവറൈറ്റ് മാര്യേജ്. There is a levirate marriage. If a lady's husband died and if there is a brother, then they have to perform certain duties. നിങ്ങൾക്ക് സംഭവം എനിക്കത് പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ഇത്രേ ഉള്ളൂ. രൂത്തിന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് മരിച്ചുപോയി. When Ruth married, Ruth's husband died. രൂത്തിന്റെ ബ്രദറിനാണ് അടുത്ത അവസരം അവളെ കല്യാണം കഴിക്കാൻ. കാര്യം ആ ലീനിയേജ് നിലനിൽക്കണം. The husband's brother is supposed to marry Ruth next because in order to keep that lineage. പക്ഷേ രണ്ടുപേരും മരിച്ചു. Because both of them died together. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കസിന്റെ അടുത്തേക്ക് അത് പോവുകയാണ്. Then she is going to the first cousin. ഫസ്റ്റ് കസിന്റെ കാര്യം നമ്മൾ ചാപ്റ്റർ 4 വായിക്കുന്നുണ്ട്. അവന് അത് മേടിക്കാനുള്ള പൈസ കൊടുത്ത് മേടിക്കണം. ഞാൻ സമയം പറയാം. മേടിക്കാനുള്ള പണവും ബുദ്ധിമുട്ടും കൊണ്ട് അവൻ വേണ്ടെന്ന് വെച്ചു.
the first cousin rejected that offer because he had certain problems. ചാപ്റ്റർ 4 കെയർഫുൾ ആയിട്ട് വായിച്ചാൽ അറിയാം ബോവസ് സെക്കൻഡ് കസിൻ ആയിട്ടാണ് വരുന്നത്. In chapter 4, if we carefully read, we can see Boaz was a second cousin. ആരുമില്ലാഞ്ഞത് കൊണ്ട് ബോവസ് റിഡീം ചെയ്യുന്ന കിൻസ്മാന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. Since there was none to redeem her, Boaz was taking this responsibility. ഈ ദേവരധർമ്മ ലെവറേറ്റ് മാരേജിനെ പറ്റി നമ്മുടെ കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ എന്തെങ്കിലും വന്നതായിട്ട് ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ടോ? Have you ever remembered this Levirate marriage with respect to Lord ഓ Jesus? ചോദിക്കുന്ന ചോദ്യം ഇല്ലേ, ഇവൾ ആർക്ക് ഭാര്യയാകും? അതാ ഈ സാധനം അത് കേട്ടോ. We can see in New Testament a lady's husband was died and 7 brothers were there. At that time, the Lord Jesus was asked this question, whom shall be her husband in the last day? ഇച്ചിരി വ്യത്യാസമുണ്ട് ആട്ടെ. ഈ അന്നേരം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, രൂത്ത് ഒന്ന് വായിക്കണം കേട്ടോ. സോദരം എനിക്ക് ഇനി അടുത്ത ആഴ്ചയിൽ 2 ആഴ്ച കൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ കൃപയാൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഫ്ലോറിലാണ് 3-ാം അധ്യായത്തിൽ. 4-ാം അധ്യായത്തിലേക്ക് വന്നാൽ ഇവിടെ അടുത്ത ചർച്ചക്കാരൻ രൂത്തിനെ ഭാര്യയാക്കി എടുക്കുന്നില്ല. In chapter 4, we can see her on the floor, and in this chapter, we can see that the first cousin is not taking that responsibility. ചാപ്റ്റർ 4 വായിച്ചാൽ രൂത്തിന് ഒരു അല്പം നവോമിക്ക് ഒരു അല്പം ഫീൽഡ് ബേത്ലഹേമിൽ വിൽക്കാനുണ്ടായിരുന്നെന്ന് വായിക്കുന്നുണ്ട്. We can see that in chapter 4, Naomi has a small field to sell in Bethlehem. അങ്ങനെയെങ്കിൽ ആ ലെവറൈറ്റ് മാരേജിന്റെ ധർമ്മം എന്നുള്ളത് ഫീൽഡ് വില കൊടുത്ത് മേടിക്കണം, കൂടെ നവോമി രൂത്തിനെയും കൂടെ മേടിക്കണം. അതാണ് സിസ്റ്റം. That system was the person who is going to redeem, they have to pay a price and to buy the field and also buy everyone like together. അവിടെ 2 കിൻസ്മാൻ ഉണ്ട് ചാപ്റ്റർ 4-നകത്ത്. In chapter 4, we can see 2 kinsmen. അതിനകത്ത് ഒരുവനാണ് ഫസ്റ്റ് കസിൻ, അവൻ അത് ചെയ്യുന്നില്ല. We can see the first cousin was the one of them. അവൻ ചെയ്യാത്തതുകൊണ്ട് ചെരുപ്പഴിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ചെയ്യുന്നില്ല, കാര്യം ഞാൻ വീണ്ടെടുപ്പുകാരനല്ലാത്തത് കൊണ്ടാണ് ഈ ചെരുപ്പഴിക്കുന്നത്. Since he was not doing that, and since he was not the redeemer, he was taking off the shoes and giving to the next person. ഈ അർത്ഥത്തിലാണ് യോഹന്നാൻ പറഞ്ഞില്ല, എനിക്കതൊക്കെ പറയണമെന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞില്ല ഞാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് എ റിഡീമർ, അതുകൊണ്ട് ചെരുപ്പ് അഴിക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലാതെ ആ താഴ്മയുടെ പ്രയോഗത്തിലല്ല ആ വാക്ക് അവിടെ എഴുതിയേക്കുന്നത്. So we can see in New Testament, John the Baptist was saying that I am not eligible to untie his shoes. It was showing that he was not being able to redeem. അങ്ങനെങ്കിൽ ബോവസിലേക്ക് ആ കാര്യം വരികയാണ്. If that is so, the responsibility is going to Boaz. മഹാധനവാനും മഹാദയാലുവുമായ ബോവസ്. He was super rich as well as he was super gracious. Praise the Lord. Hallelujah. ഇനി നിങ്ങൾ നോക്കിയേ, മറക്കാതിരിക്കാനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ചാപ്റ്റർ 1-ൽ ഷീ വാസ് ഫാർ അവേ. In chapter 1, we can see Ruth was far away. ചാപ്റ്റർ 2-ൽ ഷീ വാസ് ഇൻ ദ ഫീൽഡ്. In chapter 2, we can see Ruth was in the field. ചാപ്റ്റർ 3 ഷീ വാസ് ഇൻ ദ ഫ്ലോർ. In chapter 3, we can see her on the floor. ചാപ്റ്റർ 4 Sorry, ചാപ്റ്റർ chapter 4 4. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഷീ ഈസ് ഇൻ ദ ഫാമിലി. In chapter 4, we can see she is in the family of Lord Jesus. മോവാബിൽ നിന്ന് ബോവസിന്റെ വീട്ടിലെത്തി. From Moab, she reached to the house of Boaz. ഇനി നോക്കിയേ, ലോത്തിന്റെ മക്കളുടെ ശാപം നിമിത്തം ഒരിക്കലും ഇവിടെ വരികയില്ലായിരുന്നു. കൃപയാൽ ഈ വീട്ടിൽ രൂത്ത് എത്തുകയാണ്. Due to the bad act of Lot's daughters, this cursed generation, from that generation, a person is being blessed. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു ഓൾഡ് ഹിംസ് ഉണ്ട്. There is an old hymn in English. God moves in a mysterious way എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. That hymn was stating like this: God moves in a mysterious ഈ way. രൂത്തിന്റെ ബുക്കിലൂടെ നോക്കിയേ, Through the book of Ruth, അത്ഭുതകരമായി ആർക്കും മനസ്സിലാകാത്ത നിലയിൽ ദൈവം മൂവ് ചെയ്യുകയാണ്.
such an amazing way, God was planning and preparing to move her from one place to the other. ഒരു വ്യക്തിയെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പ്രോജക്റ്റ്, അതിന്റെ ക്ലൈമാക്സിൽ എത്തിക്കാനായിട്ട് ഒരു മനുഷ്യന്റെയും ബുദ്ധിക്ക് പോലും ചിന്തിക്കാത്ത നിലയിലാണ് ഗോഡ് മൂവ്സ് ഇൻ എ മിസ്റ്റീരിയസ് വേ. No one is able to understand God's plan and purpose because He is working in a mysterious way to make a cursed person to a blessed person. ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ അത് തോന്നുകയില്ല ഇങ്ങനല്ലേ. നിങ്ങൾ ആ യാത്ര എന്നാലും ചോദിക്കേ, We can't even think in our human intellect. ഒന്നാം അധ്യായത്തിൽ തീരേണ്ടതല്ലായിരുന്നു രൂത്ത്. We can see that Ruth must have ended in chapter 1 itself. രണ്ടാം അധ്യായത്തിൽ എത്രയോ ആളുകൾ ഹാർവസ്റ്റിന്റെ പുറകെ പറക്കാനായിട്ട് പോകുന്നുണ്ട്, അതിലൊരാളായിട്ടും തീരാമായിരുന്നു. In chapter 2 we can see that many were collecting the grains from the field and Ruth might have ended up like one among them. മൂന്നാം അധ്യായത്തിൽ ഒരു ശപിക്കപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരാളെ കെട്ടേണ്ട ഗതികേട് ബോവസിനുണ്ടായിരുന്നു. In chapter 3 we can see that Boaz was coming to marry a person from a cursed family. നാലാമത്തെ അധ്യായത്തിൽ ഒരു വീട്ടിൽ ചെല്ലണമെങ്കിൽ അതിന്റെ പേരാ ഗോഡ് മൂവ്സ് ഇൻ എ മിസ്റ്റീരിയസ് വേ. In chapter 4 we can see the end of Ruth. We can say that God acts in a mysterious way. Praise the Lord. Hallelujah. ഇനി നമുക്ക് തിരുവഴുത്തിൽ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. So I would like to tell a few more scriptures. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പാലസിലെത്തിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നടക്കുമായിരുന്നു? Just think that, is anyone able to make Joseph's journey from the pit to the palace except God? ഏത് ബുദ്ധി ഉപയോഗിച്ചാൽ നടക്കും? Which human intellect can act upon it? Never happened. It is not going to happen. God moves in a mysterious way. Praise the Lord. Hallelujah. 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 അതുപോലെ തന്നെ നമുക്കറിയാം, ഈ തിരുവഴുത്തിലെ എല്ലാവരുടെയും കാര്യം എടുത്തോളൂ. കിലിക്കിയിൽ വളർന്നതാണ് പോള്. Cilicia, in the city of Cilicia, Paul was brought up. ജയിലറിന്റെ മാനസാന്തരത്തിന് ഇവരെ രണ്ടുപേരെയും കൂടെയും കൂട്ടിമുട്ടിക്കാൻ ലോകത്തിൽ ആർക്ക് കഴിയും? റോമിൽ. In Rome, how can a person who was born in Cilicia can be connected to a prisoner? ജയിലർ. Jailer in Rome. ഫിലിപ്പിലെ ഫിലിപ്പിലെ. In Philippi, in a jail. ജയിലർ ഫിലിപ്പി. Jailer in Philippi. Sorry. God moves in a mysterious way. God moves in a mysterious way. നമുക്ക് എല്ലാവർക്കും അറിയാം ഒനേസിമോസിനെ പറ്റി. ഞാൻ ഒരു ദിവസം ഒരു 2-3 സൺഡേ പ്രസംഗിക്കാം ഫിലോമോന്റെ ലേഖനത്തിൽ നിന്ന്. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു കൊടും കള്ളൻ, റോബർ. We all are very familiar with a robber named Onesimus. ഒനേസിമോസിനെ റോമിൽ വെച്ച് പോൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ നടക്കാൻ സാധ്യതയുള്ളതല്ല. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ട് കാണുകയില്ല. അങ്ങനെ ഒനേസിമോസിനെയും പോളിനെയും കൂടെ റോമിൽ വെച്ച് കണ്ടുമുട്ടിക്കുകയാണ് ദൈവം. God was making them, Paul and Onesimus, to meet in Rome. It was God's mysterious way. God moves in a mysterious way. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന സന്ദേശം എന്നാണെന്നറിയാമോ? ഇതുപോലെ നമ്മെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. So by listening and meditating upon the scripture, what are we learning? God is planning and making a purpose to move our own lives also in a mysterious way. എന്തുകൊണ്ടാണെന്നറിയാമോ ഇതെല്ലാം സംഭവിച്ച രൂത്തിൽ? Do you know why all these things happened in the life of Ruth? ലഭിച്ച തിരുവെഴുത്തിനോട് അനുസരണമായിരുന്നു പ്രതികരണം. Her reaction was to obey whatever she learned from the scripture. ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞില്ല. അവക്ക് അതെല്ലാം മനസ്സിലായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലെത്തുമെന്ന ബോധ്യം അമ്മായിമ്മയിലൂടെ പാസ് ചെയ്തിരുന്നു. ഗോഡ് മൂവ്സ് ഇൻ എ മിസ്റ്റീരിയസ് വേ. She was not being disappointed. I was not ending up. I was not going to end up in anywhere. But she got certain revelation about the Lord of Jehovah. That's why she obeyed and followed her mother-in-law and finished her race successfully. ആ ഇംഗ്ലീഷ് പാട്ട് എഴുതിയതിന്റെ കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അറിയാമോ? Do you know that hymns' background? ഞാൻ ഇപ്പോഴത്തെ ഈ പാട്ടിനോടുള്ള ഈ പണക്കം എനിക്ക് എന്നാണെന്നറിയാമോ? ഒരുത്തനൊരു പേപ്പറുമായിട്ട് ഇരുന്നിട്ട് ചുമ്മാ തോന്നി നോക്കി എഴുതി വെക്കും. എന്നിട്ട് ആരെങ്കിലും ഒരുത്തൻ ട്യൂൺ ചെയ്യും. ഇത് പുസ്തകമായിട്ട് ചേരുകയില്ല, അതുകൊണ്ട് ഞാൻ പാടുകയില്ല.
So nowadays, most of the songs, people are just writing it down for a song. It is not related to any of the scriptures truly. എന്നിട്ട് ആ പാട്ട് പോപ്പുലാകാൻ വേണ്ടി ഭൂമിയിൽ ആരും വിശ്വസിക്കാത്തൊരു നുണയും പറയും. And in order to make that song famous, they started to tell a lot of lies. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടുന്നൊരു പാട്ടിന്റെ കള്ളക്കഥ ഞാൻ പറയണോ? We usually tend to sing a song, there is a wrong story behind it. വിഷമം കൊണ്ടങ്ങ് പറഞ്ഞു, ക്ഷമിക്കണം. Stotram. ഈ പാട്ട് എഴുതിയതിന്റെ ചരിത്രം ഒറ്റ കാര്യം പറയാം. I would like to tell you the biography or the reason behind the hymn's writing. വില്യം കോപ്പർ എന്നാണ് ഈ പാട്ടുകാരന്റെ പേര്. A songwriter called William Cowper. COWPER കോപ്പർ. CO അദ്ദേഹം ക്രിസ്ത്യനായിരുന്നു, പക്ഷേ ജീവിതത്തിലെ ക്രൈസിസ് കാരണം 3 പ്രാവശ്യം സൂയിസൈഡിന് ശ്രമിച്ചു. Even though Cowper was a Christian, he tried to commit suicide 3 times. അവസാനത്തെ ശ്രമം ഇതായിരുന്നു. Last attempt was like this. രാത്രിയിൽ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി. Night time he left home. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാട്ടാണിത്. Almost years back, this hymn is a very old song. ഒരു 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 കുതിരക്കാരനെ വിളിച്ചു, കുതിരവണ്ടി. He called a horse ride. He Yeah, invited for a horse ride. ചാരിയോട്ട് Chariot. വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് തേംസ് നദിയുടെ തീരം വരെ ഒന്ന് പോകണം. ഇംഗ്ലണ്ടാ, തേംസ് നദിയുടെ തീരം വരെ ഒന്ന് പോകണം. He asked to that horse rider that I want to go near to Thames River. വണ്ടിക്കൂലിയൊക്കെ എത്ര ആണെങ്കിലും കുഴപ്പമില്ല, തന്നോളാന്ന് പറഞ്ഞു. I will give you the pay of the fare. രാത്രിയിൽ ആ കുതിരവണ്ടിയെ കയറിയിരുന്നു. He entered into that horse chariot and went. ഒരു 4 മണിക്കൂർ രാത്രിയല്ലേ ഓടിക്കഴിഞ്ഞിട്ട് കുതിരവണ്ടിക്കാരൻ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ഇറക്കി വിട്ടു. After 4 hours of journey in the night time, middle of the night, this chariot left him there near river Thames. അന്നോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. Sorry. Okay. ഇറക്കി വിട്ടു. Left in a place. Left him in a place. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോ തന്റെ വീടിന്റെ മുറ്റത്താ വന്നിരിക്കുന്നത്. After 4 hours, when he opened his eyes, he came to know that he reached to the house where he left, his own house. അദ്ദേഹം ചോദിച്ചു, അതിനെ എന്നെ ഇവിടെ കൊണ്ടിറക്കി വിട്ടെ. Then he asked the chariot person, why did you leave me here? അന്നേരം ഈ ഡ്രൈവർ പറഞ്ഞു, ഈ ഭയങ്കര ഈ ഫോഗ് കാരണം വഴി മനസ്സിലാകുന്നില്ലെന്ന്. And the driver told him that the journey was very difficult due to fog. വളരെ വിഷമത്തോടെ ഡ്രൈവർ പറഞ്ഞു, ഫ്രണ്ട് ഐ ആം സോറി എന്ന് പറഞ്ഞു. The driver told that, I'm sorry, brother. ഫ്രണ്ട് എന്നാ വിളിച്ചത്. Friend. ഇദ്ദേഹം വീട്ടിൽ പോയി. He left. വളരെ വേദന, ആത്മഹത്യ ചെയ്യാൻ പോയിട്ടും പറ്റിയില്ല. He was very sad because he was attempting to suicide. വളരെ ദൈവത്തെ വിളിക്കാനായിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാനിരുന്നു. Then he thought, I need to call upon the Lord, and he sat down. തൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും നടന്നില്ല. Many times he attempted to commit a suicide, but it didn't happen several times. തിരിച്ചു വീട്ടിൽ വന്നേക്കാണ്. He returned to his own home. ആ ദൈവ പരിജ്ഞാനത്തിൽ അദ്ദേഹം എഴുതിയ ആദ്യത്തെ വരിയാണ്, God moves in a mysterious way. With God's presence, he wrote the first few verses of this song. God works in a mysterious way. നാമും എത്രയോ തവണ നിരാശരായിട്ടുണ്ട്. We all went into the disappointment several times. എത്രയോ വട്ടം മതി എന്ന് നമ്മളെല്ലാവരും വെച്ചിട്ടുണ്ട്. Many times we also told to ourselves, it is enough. ഈവൻ പ്രയാസത്തിന്റെ നടുവിലങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞവരും നമ്മുടെ ഇടയിലുണ്ട്. Many are sitting or listening to me. They said that I wanted to die in the midst of this trouble. അന്നതൊന്നും അനുവദിക്കാതെ ഈ സന്ദേശം കേൾക്കാനായിട്ട് തമ്പുരാൻ നമ്മളെ ഇവിടെ വരെ കൊണ്ടിരുത്തിയത്, God moves in a mysterious way. Nothing happened during those time, and you are able to sit here and listen to this message too, because it is God's എത്ര plan. പേർക്ക് പറയാൻ പറ്റും, തമ്പുരാൻ അത്ഭുതകരമായി, രഹസ്യകരമായി, മിസ്റ്റീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന്? How
many people can say that God is working in a mysterious way in my own life. ഒരുപക്ഷെ നമ്മൾ far away from God ആയിരിക്കും, Maybe we all are far away from God. അല്ലെങ്കിൽ we are on the wayയിലെ ഫീൽഡിലായിരിക്കും, Maybe we are on the way on the field. അല്ലെങ്കിൽ നമ്മൾ ഫ്ലോറിലായിരിക്കും. Maybe we are on the floor. ഇതുവരെയും ഒരു കര കാണാതെയുള്ള യാത്രയായിരിക്കും. Maybe our journey without seeing an end to all the problems. Still God is moving. അവിടുന്ന് നമ്മളെ വീട്ടിലെത്തിക്കും. Still God is working and He was moving and He will make us to reach the destiny. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Hallelujah, hallelujah. ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. I thank God and praise God. ബൈബിളിലെ എത്രയോ വലിയ ജീനിയോളജി ഉണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ രൂത്തിന്റെ പുസ്തകത്തിന് എന്തിനാ ജീനിയോളജി? Many genealogies we can see in Bible, but why do we need a genealogy in the book of Ruth? ഫറവേ ആയിരുന്ന രൂത്തിനെ ഫീൽഡിലൂടെ ഫ്ലോറിൽ കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചിട്ട് പറയുക, ജനിക്കാൻ പോകുന്ന രക്ഷകന്റെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് മദറാണ് നീ എന്ന് പറഞ്ഞ് തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം. A book which is specifying a woman's life who was far away. She was going to the field and then to the ground, and then she reached to the house of destiny by the grace of God. ഭാരവും പ്രയാസവും കഷ്ടതയും ഒക്കെയാണെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചോണം, ദൈവം മൂവ് ചെയ്യുന്നുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ കുടുംബത്തിൽ എത്തിക്കുമെന്നത് തിരുവെഴുത്തിന്റെ സത്യമാണെങ്കിൽ അതാണ് നമ്മുടെ ആശ്രയം. Even though you are having a lot of troubles and difficulties in your journey, our God is faithful to make you to reach to heaven and your own home. ഇതെല്ലാം രൂത്തി നടന്നത്. She was a obedient daughter. All these things happened in Ruth's life because she was an obedient daughter. തിരുവെഴുത്തനുസരിക്കാം, തമ്പുരാനെ പ്ലീസ് ചെയ്യാം. ഫീൽഡിലാണേലും ഫ്ലോറിലാണേലും നമ്മൾ ഒരു ദിവസം നമ്മുടെ വീട്ടിലെത്തും. അതാണ് നമ്മുടെ ഡെസ്റ്റിനി. Even though we are in the floor or the field or far away, if we obey the scriptures, He will make us to reach into the home. ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. I thank and praise God. സ്തോത്രം.